ശ്രീ പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 തവണ ടേം പൂർത്തിയാക്കി 10 വർഷം തുടർച്ചയായി തുടർഭരണം നേടിയ ഏക മുഖ്യമന്ത്രി എന്ന ഖ്യാതി ഉണ്ടാകുന്നു. അങ്ങനെ ആണ് ഇത്തവണയും മത്സരരംഗത്തിലിറങ്ങിയത്. പക്ഷേ പരാജയപ്പെട്ടു പോകുന്നു. പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നു. 7ാമത്തെ ജയം ആണ് 2 തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. ഇത് 7ാമത്തെ വിജയം ആണ് എന്നതാണ്. 1970, 77, 91 വർഷങ്ങളിൽ കൂത്തുപറമ്പിലും 96 പയ്യന്നൂരിലും വിജയിച്ചു. 2014 21 ധർമ്മടത്ത് നിന്ന് വിജയിച്ച് കയറുന്നു. അങ്ങനെ മന്ത്രിസഭയിൽ നേരത്തെയും അംഗമായിട്ടുള്ള പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് സത്യവാചകം ചൊല്ലിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ, തൻ്റെ സഹയാത്രികൻ കൂടിയായിരുന്ന പ്രോട്ടം സ്പീക്കർ ഇതാ ജി സുധാകരനെ, പ്രോട്ടം സ്പീക്കറെ കൈകൊടുക്കുന്നു. നമസ്കാരം നൽകി സ്വീകരിച്ചു. ഇപ്പോൾ ഏറ്റവും മനോഹരമാകുന്ന രാഷ്ട്രീയ കൗതുകം ഉള്ള ദൃശ്യം കൂടിയാണ് കണ്ടത്. പിണറായി വിജയൻ സത്യവാചകം ചൊല്ലി ജി സുധാകരന്, പ്രോട്ടം സ്പീക്കറിന് കൈ കൊടുത്ത് മടങ്ങുന്നു. അടുത്തതായി കല്യാശ്ശേരിയിൽ നിന്നുള്ള, കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള കല്യാശ്ശേരിയിൽ നിന്നുള്ള വിജിനാണ്. നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. എം വിജിൻ സഗൗരവം ആണ് സത്യവാചകം ചൊല്ലിയത്. ഇനി എം വിൻസെന്റ് ആണ് അടുത്തതായി സത്യവാചകം ചൊല്ലേണ്ടത്. കോവളം മണ്ഡലം നിലനിർത്തുന്ന എം വിൻസെന്റ് ആണ് അടുത്തതായി സത്യവാചകം ചൊല്ലുന്നത്. തുടർച്ചയായി 3ാമത്തെ ജയം ആണ് എൻ വിൻസെന്റിന്റേത്. നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.